ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. ആദ്യം നമ്മൾ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം, ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരുടെ മേൽ വരണമേ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്പർശിക്കണമേ. ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കണമേ. ഇന്ന് കൊടുക്കുന്ന വചനത്താൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ വീട് ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ആ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം. പ്രാർത്ഥനയോടെ ദൈവവചനം ശ്രവിച്ചാൽ. John chapter 20 verse 31. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് ഒരാമീൻ പറഞ്ഞാട്. നിങ്ങൾ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതി. നല്ല ഹല്ലേലൂയ പറഞ്ഞാട്. അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് 1 യോഹന്നാന്റെ ലേഖനം എടുത്തേ. 1 John chapter 4 verse 9. 1 യോഹന്നാൻ 4:9. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ. എന്തിനാണ് അവനാൽ ദൈവം തന്റെ പുത്രനെ ഭൂമിയിൽ വിട്ടത്? അവനാൽ ജീവിക്കേണ്ടതിന് ബാങ്ക് ബാലൻസിനാലല്ല, അപ്പന്റെ ഭൂസത്തിനാലല്ല, നാം യേശു ക്രിസ്തുവിനാൽ ജീവിക്കേണ്ടതിന്. എന്നാ വാക്യാത്? ഒന്ന് കൈ കൊടുത്ത ഞാൻ യേശുവിനാലാ ജീവിക്കുന്നതെന്ന് പറ. വിശ്വാസം ഉണ്ടല്ലേ പറയാവൂ? വിശ്വാസം ഉണ്ടല്ലേ പറയാവൂ? നീ ജീവിക്കുന്നതിൻ്റെ പിമ്പിലെ ചരിത്രം നിന്റെ ഫെഡറൽ ബാങ്കിലോ സ്റ്റേറ്റ് ബാങ്കിലോ ICICI ബാങ്കിലോ കിടക്കുന്ന പണത്തിൻ്റെ തൂക്കമല്ല. ഗമയടിക്കണ്ട. ഒരു വയറുവേദന വന്നാൽ മതി, കോടികൾ ഒരാഴ്ച കൊണ്ട് പൊട്ടും. പക്ഷെ ഞാൻ നിന്നോട് മർമ്മം പറയാം, ഞാൻ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിനാലാണ്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റൂ? അപ്പൊ നമ്മൾ ജീവിക്കുന്ന ആരിലാണ്? യേശു ക്രിസ്തുവിനാൽ ജീവിക്കണം. പത്രോസ് പറയുക, ജീവനുള്ള കല്ലായവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പൊ ഇത് നിശ്ചലമായ കല്ലല്ല, ജീവിക്കുന്ന കല്ല. ഈ കല്ലിൻ്റെ അടുക്കൽ വന്ന് നിങ്ങളും ജീവിക്കണം. ഒരാമീൻ പറഞ്ഞാട്. അപ്പൊ നമ്മളിൽ വ്യാപരിക്കുന്ന ജീവൻ ദൈവിക ജീവനാണ്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? അതുകൊണ്ടാണ് നിന്നെ ഒതുക്കാൻ ഒത്തിരി പേര് ശ്രമിച്ചു. ഒതുക്കാൻ ശ്രമിച്ചവനൊക്കെ ഒതുങ്ങിയിട്ടുള്ളൂ. നിന്നെ നിന്റെ ദേശത്ത് ഒതുക്കി നിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥ ഒരുക്കിയതാ. പക്ഷെ ഇന്ന് ഒതുക്കാൻ തുടങ്ങിയ പലരും ഒതുങ്ങി മാറി. അതിന് കാരണം നീ ജീവിക്കുന്നത് ക്രിസ്തുവിനാലോ. നിനക്കൊരു വിഷയം വന്നാൽ ഇടപെടലുണ്ടാകും. ഞാനൊരു ചെറുപ്പക്കാരൻ്റെ സാക്ഷി ഒരിക്കൽ കേട്ടു. ഒരു രാത്രി ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. ഹൈ റേഞ്ചിന്റെ മലമടക്കിറങ്ങി വരുമ്പോൾ വണ്ടി കയ്യിൽ നിന്ന് സ്കിഡ് ചെയ്തു പോയി. ഒരു വേലി ഇടിച്ച് അതിനെ മണ്ടക്കൂടെ വണ്ടിയും താനും മറിഞ്ഞ് വളരെ ആഴമുള്ള കൊക്കെ പോയി കിടന്നു. ഒരു ലൈറ്റ് പോലും പൊട്ടിക്കിടപ്പില്ല അവിടെ. നോക്കേ, ഒരു രാത്രിയാ വീണേ. മുഴുവൻ മുറിഞ്ഞ് ബ്ലഡ് വാർന്നു പോവാ.
കിടക്കുന്നിടത്ത് കിടന്ന് അലയ്ക്കുന്നുണ്ട് ഇവന്. ഉള്ള വെളിവില് ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങോട്ട് നോക്ക. ഒരു പകല് മൊത്തം കിടന്നു, ചത്തില്ല. ഒരു രാത്രി 12:30 ഒരു കുടിയൻ വണ്ടി നിർത്തിയിട്ട് യൂറിൻ പാസ് ചെയ്യാൻ ഇറങ്ങി നിൽക്കുമ്പോ താഴെ ഒരു വണ്ടിയുടെ വെട്ടം. അതെങ്ങനെയാണ് ആ വണ്ടി ഇത്രയും നേരം സ്റ്റാർട്ടായി കിടന്ന ലൈറ്റ്? ഇതൊന്നും അറിയാല. ഒരു ചെറിയ മിന്നായം ഇങ്ങനെ കാണാം. അവൻ പറഞ്ഞു, ഡോ എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. പോലീസ് വന്നു, ഫയർഫോഴ്സ് വന്നു. ഏണിയാൽ ഇറങ്ങിയപ്പം ഒരു ഞരക്കം. അവനെ പൊക്കിയെടുത്ത് മേളിൽ കൊണ്ടുവന്നു. 4-ാം ദിവസം ഐസിയുന്ന് പുറത്തിറക്കി. അവൻ ജീവിക്കാൻ. അവൻ പറഞ്ഞു, അവൻ ഏതു കാട്ടു വീണാലും അവൻ എന്നിൽ വ്യാപരിക്കുന്ന ജീവൻ നിന്റെ പ്രാണനെ പാണ്ഡത്തിൽ കെട്ടിയാക്കുക ദൈവം. നീ ആരെയാ പേടിക്കുന്നേ? നിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീ യേശുവിനാൽ നാം അവനാൽ ജീവിക്കേണ്ടതിന് ദൈവം ക്രിസ്തുവിനെ നമുക്ക് തന്നിരിക്കുന്നു. ഒന്നുകൂടെ വായിക്കാം. ആ വാക്യത്തിനടിയിൽ 2 ലൈൻ ഇടണം. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് തന്നു. പിടികിട്ടിയോ? നിങ്ങളുടെ പേര് കേട്ടിക്കോട്ടെ. അപ്പൊ നിന്നെ ഒരു ഊട് മന്ത്രവാദി തടയുമെന്നു ഞാൻ നിന്നോട് പറയാം. മഹത്വത്തിന്റെ പ്രത്യാശയായ യേശുവിനെ ഉള്ളിൽ കാണാതെ പ്രശ്നത്തെ കണ്ടാൽ പ്രശ്നം വലുതായിട്ടും യേശു ചെറുതായിട്ടും തോന്നും. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ അകത്തു വലുതായി കണ്ടാൽ യേശു വലുതായും പ്രശ്നം ചെറുതായും തോന്നും. ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറ. അപ്പൊ നിന്റെ അകത്തിരിക്കുന്ന യേശു വലിയതാകട്ടെ. ചില സന്തതികളെ പിശാച് പിടിക്കുന്നുണ്ട്, പക്ഷേ ദൈവം അതിനെ വിടുവിക്കാൻ പോവാ. ആ കരം ഇതിനകത്ത് ചലിക്കുന്നു. അപ്പൊ നാം അവനാൽ ഒന്ന് തൊട്ടച്ചു പറ, നിങ്ങൾ യേശുവിനാൽ ജീവിക്കണമെന്ന് പറ. നിങ്ങൾക്ക് ബാങ്കിൽ രൂപ ഇല്ല. ഇന്നലെ വൈകിട്ടൂടെ ഒരു ആൻറ്റി വിളിക്കുക, ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കണം. എന്തുവാ? ആത്മഹത്യ ചെയ്യാൻ പോവാ. ഞാൻ പറഞ്ഞ അഡ്രസ് ഒന്ന് മെസ്സേജ് അയക്കോ? അവർ ചോദിച്ചു, എന്തിനാ? ഒരു ബൊക്ക കൊടുത്ത് വിടാനാ. ചാകാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ? അങ്ങനല്ല. ഞാൻ പറഞ്ഞ ആദ്യം മുട്ടുകുത്തി ക്ഷമ പറ ദൈവത്തോട്. ഇച്ചിരി കടം വന്ന ഉടനെ മരണമാണോ? ആർക്കാ കടമില്ലാത്ത? ഇച്ചിരി ഒരു ചെറിയ രോഗം വന്ന ഉടനെ. പണ്ടൊരു ഭാര്യയും ഭർത്താവും കൂടെ കൗൺസിലിങ്ങിന് വന്നു. അവരുടെ വിഷയം ഭയങ്കര വിഷയമാണ് കേട്ടോ. ഭാര്യ പറയാ അവർക്ക് ഹാർട്ടിന് 2 ബ്ലോക്കുണ്ട്. ഭയങ്കര അടിയാ അവിടെ വീട്ടിൽ. ഞാൻ വിവരം തിരക്കുമ്പോൾ ഭാര്യ പറയുക, ഞാൻ ചോദിച്ചു, അച്ഛാ എന്നാ പ്രശ്നം? ഇവള് പറയുന്ന, ഇവള് മരിച്ചാൽ ഞാൻ വേറൊരാളെ കല്യാണം കഴിച്ചാൽ ആ കല്യാണം കഴിക്കുന്നവരെ കൊങ്ങായിക്ക് വന്ന് പിടിക്കുമെന്ന് പറഞ്ഞാൽ വഴക്ക്. പുള്ളിക്കാരൻ പറയാ, എൻ്റെ പൊന്നു പറഞ്ഞ വഴക്കും എളുപ്പമില്ല. ഇവിടെ ഈ തുടങ്ങിയിട്ട് 10 കൊല്ലമായി ഇതുവരെ ഇവിടെ ചാത്തില്ല. ഇനിയോട്ട് ഇത് 25 കൊല്ലത്തേക്ക് ആകുകയുമില്ല. എന്നാൽ ഈ അടിയേലും ഒന്ന് നിർത്തണ്ടായോ? അപ്പോൾ ഒരു ചെറിയ വിഷയം വന്നാൽ നീ മരിക്കുമെന്നാണോ? നിന്റെ മനസ്സെവിടാ? നാം അവനാൽ, യേശുവിനാൽ, അവന്റെ രക്തത്താൽ, അവന്റെ ജീവനാൽ ജീവിക്കേണ്ടതിന്. കൊല്ലുന്ന യേശുവിനെ കുറിച്ചല്ല എന്റെ പ്രസംഗം, ജീവിപ്പിക്കുന്ന ദൈവം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പഠിക്കുമ്പം നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം എടുക്കാം. 22-ാമത്തെ വാക്യം വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 2 വേഴ്സ് 22. ഇസ്രായേൽ പുരുഷന്മാരെ
ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രേനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യിൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്ന അസാധ്യമായിരുന്നു. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ദൈവത്വം അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ആക്ട്സ് ചാപ്റ്റർ 9 verse 22. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ശക്തി പ്രാപിച്ചു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് യേശു തന്നെയാണ് ക്രിസ്തു എന്ന് നിങ്ങൾ ക്രൂശിച്ച് കൊന്ന ആ ക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി ചിലരുടെ വാ അടച്ചു. അപ്പം അങ്ങനൊക്കെ ഉണ്ടായ പ്രതികൂലം ഉണ്ടാവോ? ഉണ്ടോന്ന്. അടുത്ത കേട്ടോണേ. ഹല്ലേലൂയ. ഒന്നുകൂടെ 22-ാമത്തെ വാക്യം വായിച്ചേ. പൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിക്കുക. നമുക്ക് സുവിശേഷ വേല ചെയ്യാൻ, ജീവിക്കാൻ കഴിവല്ല വേണ്ടിയേ, ശക്തിയാ വേണ്ടി. ഒരാമി പറഞ്ഞാട്ട്. ഇപ്പൊ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഘടകം നിങ്ങൾ പ്രാപിച്ച അറിവല്ല, നിങ്ങൾ പ്രാപിച്ച ശക്തിയാ. അമ്മി ബൈബിൾ പറയാ, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ. കഴുകന്റെ പ്രത്യേകത ആമി മഴ പെയ്യുന്ന മേഘത്തിന്റെ മേളി പറന്നു കയറും. ഒരാമി വരുന്നില്ല എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾക്ക് മീതെ പറക്കും ശക്തി പ്രാപിച്ചവൻ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? അവനോടൊക്കെ മന്ത്രവാദം ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ അവൻ പ്രാർത്ഥിച്ചോണ്ടവൻ പറയാം, പോടാ അവിടുന്ന്, ഒരു മന്ത്രം ഫലിക്കത്തില്ല, കാരണം അതിന്റെ മേളിലാ. ഈ ദൈവത്തിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കാത്ത കാലത്തോളം മറ്റെല്ലാ ശക്തിയും നമുക്ക് വലുതാ. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾ രുചിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും, 1000 മന്ത്രവാദി താമസിരുന്നാലും ഇവിടെ ഒരു കാറ്റും വീശുകയല്ല. ഒരാമീൻ പറഞ്ഞാട്ട് ഈ ഏലിയാവ് എന്ന കരുത്തനായ മനുഷ്യന്റെ ധൈര്യം കേട്ടോണേ. 850 കള്ള പ്രവാചകന്മാരെ വെല്ലുവിളിക്കുക. 2 മൃഗത്തെ തരാം, 2 കാളയെ, തീ കൊണ്ട് ഉത്തരം അരുളുന്നവൻ ദൈവമെന്നിരിക്കട്ടെ, ഹല്ലേലൂയ എന്ന് പറയുക. ശ്രദ്ധിച്ച് കേട്ടണം, ഹല്ലേലൂയ. അതിന്റെ കാരണം എന്താ? അവര് വിളിച്ചാലും തീ ഇറങ്ങും. പക്ഷെ ഏലിയാവിന്റെ ധൈര്യം എന്നാന്നറിയോ? ഞാൻ ദൈവത്തിന്റെ അഗ്നി വഹിച്ചോണ്ട് ഇവിടെ നിൽക്കുമ്പോൾ വേറൊരു അഗ്നി ഇവിടെ കത്തത്തില്ല. ഇന്ന് ചിലരൊക്കെ സാത്താനെ പേടിച്ചാ ജീവിക്കുന്നത്. അയ്യോ വല്ലവരും ചെയ്യുവോ? ഇവിടെ ചെയ്യുന്നവൻ ചാകുന്നതിന്റെ തലേന്ന് രാത്രി വരെ ചെയ്യും. ഞാൻ ചോദിക്കാം, നിങ്ങൾ പ്രാർത്ഥന നിർത്തുവോ? അവൻ ദോഷം ചെയ്യുന്നവൻ അത് നിർത്തുവോ? ഇല്ല. അവൻ ഒന്ന് ചെയ്യുമ്പോൾ അടുത്ത ചെയ്യണമെന്നാ. നമുക്ക് വല്ല മടുപ്പുണ്ടോ? 3 ദിവസത്തെ പ്രാർത്ഥന, ഇച്ചിരി കഴിഞ്ഞപ്പോൾ 7, പിന്നെ ബുധനാഴ്ച, പിന്നെ ഞായറാഴ്ച, പിന്നെ രാത്രി പ്രയർ സെല്ല്, കെയർ സെല്ല്, കുടുംബ പ്രാർത്ഥന, വീട്ടു പ്രാർത്ഥന, വഴി പ്രാർത്ഥന, നടപ്പി പ്രാർത്ഥന, കാറേ പ്രാർത്ഥന, വീട്ടിൽ പ്രാർത്ഥന, മൊത്തം പ്രാർത്ഥന. വല്ല കുറവുണ്ടോ? ഞങ്ങളൊക്കെ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് അടുത്ത പ്രാർത്ഥനയ്ക്കകത്തോട്ട് വീഴുക. മിണ്ടുന്നില്ല. നല്ലൊരു ഹാമി പറഞ്ഞാട്ട് ഞാൻ നിങ്ങളോടൊരു മർമ്മം നിങ്ങളോട് പറയാ. ഹല്ലേലൂയ. നിന്റെ എതിരാളിയുടെ കരുത്ത് കണ്ട് നീ പേടിക്കണ്ട, അതിനേക്കാൾ പവർ നിന്റെ പ്രാർത്ഥനയ്ക്കുണ്ട്. ഹല്ലേലൂയ. 850 കള്ളപ്രവാചകന്മാരെ വെല്ലുവിളിക്കുക. ഇറക്കാമെങ്കിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ തീ. പക്ഷെ ഇപ്പൊ ഇറങ്ങത്തില്ല, കാരണം മറ്റൊരു തീ വഹിച്ചോണ്ട് നിൽക്കുക. നീ വഹിക്കുന്ന തീയുടെ മീതെ മറ്റൊരു അന്യ ആത്മീയം കത്തത്തില്ല. അതൊരു ദൈവപൈതന്റെ ഉറപ്പാ. ഈ ചിലർക്കൊക്കെ ഭയങ്കര പേടിയാ, അതിലൊക്കെ താമസിക്കുന്നത് വല്ല യേശുവിനെ അറിയാത്തവരും വല്ലതും ആണെങ്കിൽ
അവിടുന്ന് ഇച്ചിരി പായസം കൊണ്ട് തന്നാൽ പോലും അത് വാഷ് ബേസിൽ കൂടെ ഒഴുക്കിയിട്ട് വെള്ളം തുറന്നു വിടും. ഇനി അതിനകത്ത് വല്ലതും ഉണ്ടല്ലോ. എന്നാലും ഒരു ആൻറ്റി ഒരു 10,000-40,000 രൂപയുടെ സാരിയും കൊണ്ട് എൻ്റെ അടുക്ക വന്നു. ബ്രദറെ, ഈ സാരി എവിടെയെങ്കിലും ഒന്ന് കൊടുക്കാവോ? ഞാൻ ചോദിച്ചു, എന്നാ? ഇതെൻ്റെ അയലോക്കത്തുകാർ ബന്ധിച്ച് തന്ന. സ്തോത്രം. ഞാൻ പറഞ്ഞു, അതിനെന്നാ കൊടുക്കാമല്ലോ. ഞാൻ മീറ്റിങ്ങിനിടയ്ക്ക് എൻ്റെ അടുക്കൽ കൗൺസിലിംഗ് വന്നിട്ട് പുള്ളിക്കാരത്തി, എൻ്റെ ബ്രദറെ ഉടുക്കാൻ വസ്ത്രം പോലും ഇല്ല. ഞാൻ വിളിച്ചു ചോദിച്ചു, എന്നാൽ 40,000 കൊണ്ടുപോകും. അവരുടെ ഒരു ഭാഗ്യേ. അവരത് കവറിനകത്താ പോതെ, അവരത് പോതച്ചോണ്ടാ പോയ. അവിടെ മിണ്ടുന്നില്ല. എടാ, നീ കഴിക്കുന്ന ആഹാരത്തിലോ നിനക്ക് തരുന്ന വസ്ത്രത്തിലോ നിനക്ക് തരുന്ന പേനായ്ക്കകത്തോ ഒന്നും ഏട്ടാ, ഞാനൊരു ദിവസം ഒരാളോടെ ആഹാരം കഴിക്കാനായിട്ട് ചെന്നു. ഹോട്ടലുകാർ കൊണ്ടുവന്ന് ഗ്ലാസും വെള്ളവും വെച്ചു. നല്ല ചൂടുവെള്ളം, മിനറൽ വാട്ടർ ഇരിപ്പുണ്ട്, തിളച്ച വെള്ളം, തുടങ്ങി തിളച്ച വെള്ളം. അവർ നല്ല തിളച്ച ആവിങ്ങനെ പറക്കുക. ഞാൻ നോക്കും, അതിനകത്തൊരാൾ വെള്ളം ഇട്ടേച്ച്. ഞാൻ ചോദിച്ചു, എന്നാച്ചാ? വെള്ളത്തിൽ കൂടെ വല്ല പോരുകൊണ്ടേ പോട്ട. അങ്ങനെ നീ ചായക്കടയിൽ നീ ചായ കുടിക്കുകയല്ല. മിണ്ടുന്നില്ല. എടാ, സ്തോത്രത്തോടെ ഭക്ഷിക്കാവുന്ന ധൈര്യം ഉണ്ടേ. ഒരാമയും വരുന്നില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം നമ്മുടെ ഒരു പ്രശ്നമാണ് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണെന്നറിയോ? ഈ ആത്മാവിൻ്റെ ശക്തി അറിയാത്തത്. ഈ നമ്മൾ അറിഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ കൈയടിച്ച് ആത്മാവിലാവുക, 2 കസാറ മറിക്കുക, യോഗത്തിനോട് കൂടെ ചാടി. ഓ ഭയങ്കര എൻ്റെ കുഞ്ഞ്, ഇതൊന്നും അല്ല പറയുന്നത് കേട്ടെ. ഇതൊന്നും അല്ല ദൈവശക്തി. അത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നൊരു വൈബ്രേഷൻ ഒന്നും അല്ല. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനേക്കാൾ ഉപരിയാണ് നീ ചലിക്കുന്ന മേഖലയിൽ മറ്റൊന്നും ചലിക്കത്തില്ല. അത് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാ. ഒരാമയും പറഞ്ഞു തുടങ്ങിയാട്ട്. ഇങ്ങോട്ട് നോക്കിയേ. എടാ, ദാവീദിന് വലിയ കഴിവൊന്നുമില്ല. അവൻ ചുമ്മാ ഒരു കിന്നരായിട്ട് നടക്കുക. രാജാവേക്ക്, എടാ ഞാൻ രാജാവാ, എൻ്റെ ദേഹത്തിരിക്കുന്ന 1.5 ഭൂതമാ, നിന്നെ ഞാൻ കൊല്ലും, കത്തിയും കൊണ്ട് പറയാം. പുള്ളി വായിക്കുമ്പോൾ പുള്ളി കസാറെ പോയി ഇങ്ങനെ നടക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിന് സാരം ശ്രദ്ധിച്ച് കേട്ടേ കുഞ്ഞെ. അല്ല, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. മനസ്സിലായോ? അപ്പോസ്തലന്മാർ പെന്തിക്കോസ്ത് നാൾ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് വെച്ചാൽ അവർ സിമ്പിളായിട്ട് ചെയ്യുക. മുടന്തനോട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ള നിനക്ക് തരുന്നു, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. അപ്പം നമ്മളതേ വാശി കയറിയിട്ട് പോ പിശാചെ, പന്ന പിശാചെ, പോഷ്കിൻ്റെ അപ്പനെ, അപ്പൂപ്പനെ, വല്യപ്പനെ, കൊച്ചുപോനെ പോടാ ഭത്സിക്കുന്നു. നാളെ ഒരാൾ പറഞ്ഞു കാലുവടക്കി സാത്താനെ അടിക്കുമെന്ന്. കണ്ടോ, അയാൾക്ക് വാശി കയറി. അയാൾ വിചാരിച്ച എളിങ്ങനെ അടിക്കാൻ ചെന്നാൽ ഉടനെ സാത്താൻ പോകുന്നു. ഇങ്ങോട്ട് നോക്കൂ കുഞ്ഞെ, ഇങ്ങനൊന്നും അല്ല ഞാൻ പറഞ്ഞതിൻ്റെ സാറിന്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് നമുക്ക് ബോധമില്ലാഞ്ഞിട്ടാ പന്ന പിശാചെ. പിന്നെ ഞാൻ ചെല്ലൊന്നും പറയുന്നത് ഞാൻ പറയുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാറ്, ഇനി നമ്മുടെ വേറൊരു മിസ്റ്റേക്ക് കൂടെ പറയാം. അതിനോട് പിണങ്ങല്ലേ. ചില ഭൂതങ്ങളൊക്കെ യോഗത്തിന് ഇങ്ങനെ ഇളകി ചോറും, ഞാൻ അവിടുന്ന് വന്നാണ്, ഇന്ന ആളാണ്, ഞങ്ങളുടെ 7 പേരുണ്ട്, ഞങ്ങളിവിടെ കലാപരിപാടി നടത്താൻ പോകുന്നൊക്കെ പറയും. അപ്പം ചില ഉപദേശിമാർ അതിൻ്റെ പുറകെ പോയിട്ട് എന്നാൽ ഇപ്പോൾ ഒന്ന് കാണിച്ച് ഒരാളുടെ രൂപം കാണില്ല. അപ്പോൾ അവിടെ കാണിച്ചു അടുത്ത്. അപ്പോൾ എല്ലാ വിശ്വാസത്തിലെല്ലാം നോക്കിയിരിക്കുക. ഓ എന്തോ ഭയങ്കര, എന്തോ സാത്താൻ്റെ. ഞാനും ഒരു ഉപദേശം കൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഒരച്ഛൻ ഇങ്ങനെ എഴുന്നേറ്റ് ഭയങ്കര പ്രസംഗം നോക്കും. അച്ഛൻ എഴുന്നേറ്റ് പറയാം, ഉപദേശി പറയുന്ന എല്ലാവരും കേട്ടോണം. ഞാൻ പറഞ്ഞു ഇരിക്കടാ സാത്താനെ അവിടെ നിന്ന് പറഞ്ഞു. അപ്പം എന്നോട് അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, മിണ്ടല്ലേ പ്രവാചകനാന്ന് പറഞ്ഞു. ഞാനിപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് തലയിൽ കഴിച്ചപ്പോൾ അലറി താഴെ വീഴും. അപ്പോൾ ആ പാസ്റ്റർ പോലും അറിയുന്ന ഭൂതമാണ്. യോഗം കഴിഞ്ഞപ്പോൾ എന്നോട് പറയാം, എൻ്റെ ബ്രദറെ ഒന്ന് തലയിൽ കൈവെക്കാം. എന്താ കാര്യം? ഇന്നലെ ആ പുള്ളി ഈ പുള്ളിയുടെ തലയിൽ കൈവച്ചായിരുന്നു. ഇങ്ങോട്ട് സഹകരിക്കണം. എല്ലാത്തിൻ്റെ അടുക്ക കൊണ്ട് തല കൊടുക്കരുത്. മനസ്സിലായോ? ഞാൻ വലിയ ഗഹനായ കാര്യം പറയാം. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായാൽ, വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവില്ലാത്ത വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ അറിയേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ഈ ചിലരുടെ സംസാരം കേട്ടാ യേശു ഒരു ശക്തിയില്ല, മറ്റേ പുള്ളി ഭയങ്കര സംഭവമാണെന്നോ. ഞങ്ങൾ തിരിച്ചു പറയാടാ, യേശു ഭയങ്കര സംഭവമാണ്, മറ്റേ ഒന്നുമല്ല. മറ്റേ പപ്പടം പോലെ ചവിട്ടിയാൽ പൊടിഞ്ഞു പോകുന്ന കേസാ. ഹല്ലേലൂയ. ചതൽപ്പുറ്റൊക്കെ കണ്ടിട്ടില്ലേ? പിള്ളേർ
പന്ത് കളിക്കുന്ന പോലെ ഒരു തട്ട് തട്ടിയ ചതൽപ്പുറ്റൊക്കെ പറഞ്ഞു. അതുപോലെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വിരോധമായി പിശാച് ഉണ്ടാക്കുന്ന പദ്ധതി ഇതെല്ലാം ജയിക്കണമെങ്കിൽ നിന്റെ അകത്ത യേശു ആരാന്ന് തെളിയണം. യേശുവിനെ സേവിക്കുന്ന ഒരുവൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്താൽ ഞാൻ പറയും ഫ്ലൈറ്റിനേക്കാൾ വില യേശുവിനെ സേവിക്കുന്നവരുണ്ട്. ഒരു ആമീൻ പറഞ്ഞാട്ട്. നിന്റെ ബാങ്ക് ബാലൻസിനേക്കാൾ വില നിന്റെ അകത്തിരിക്കുന്ന യേശുവിനുണ്ട്. നിന്റെ വസ്തുവിനേക്കാൾ വില നിന്റെ അകത്തിരിക്കുന്ന യേശുവിനുണ്ട്. യേശു ഏക സത്യ ദൈവം. ആന്റി എന്തുവാ പേര്? മോളമ്മ. ഈ കൈക്കൊരു ബലക്കുറവുണ്ട്. ഉണ്ടോ? ഈ കൈ പൊക്കാൻ വലിയ പ്രയാസ. പകുതിയെ പൊങ്ങത്തുള്ളൂ. എത്ര കൊല്ലമായി? 8 വർഷത്തോളമായി. 8 വർഷത്തോളമായി. 8 വർഷം കൊണ്ട് പൊങ്ങാത്ത കയ്യെ ഇന്ന് പൊക്കാൻ ദൈവം തീരുമാനിച്ചേക്കുവാ. ഞാൻ ഇവിടെ നിന്നോണ്ട് പറയാം, യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങും. ചില ഹൃദയങ്ങളിൽ മുഴങ്ങും, ചില വീടുകളിൽ മുഴങ്ങും. എൻ്റെ കൈ നേരെ പിടിക്കണേ. ഞാൻ ആ കൈ അങ്ങ് എടുക്കുക. എന്നിട്ട് ആ കൈയുടെ സ്ഥാനത്ത് യേശു പിടിക്കുക. ഇനി ആ കൈ ഒന്ന് പൊക്കിക്കേ. ആ പൊങ്ങട്ടെ, 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 പൊങ്ങട്ടെ. ഇനിയും പൊങ്ങട്ടെ, ഇനിയും പൊങ്ങട്ടെ, ഇനിയും പൊങ്ങട്ടെ, ഇനിയും പൊങ്ങട്ടെ. മറ്റേ കൈയും പൊക്കിയാട്ടെ. യെസ്. ആ ഓ ജീസസ്. എനിക്കറിയാം കർത്താവിന്റെ പ്രവൃത്തി ഇവിടെ നടക്കുകയാണെന്ന്. വിശ്വസിക്കുവാൻ പറ്റാത്ത ലെവലിൽ. യെസ്. അവന്റെ ശബ്ദം മുഴങ്ങുന്നു, അവന്റെ ശബ്ദം മുഴങ്ങുന്നു, അവന്റെ ശബ്ദം മുഴങ്ങുന്നു, അവന്റെ ശബ്ദം മുഴങ്ങുന്നു. യെസ്. ആന്റി ഇനി ആ കൈ ഒന്ന് പൊക്കി കാണിച്ചേ. ഒന്ന് കൈ വീശി കാണിച്ചേ. ആ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കുക, 8 വർഷം കൊണ്ട് ഈ കൈ മറ്റേ കൈയെ പൊക്കി അടിക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല, ഞാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ എന്താ സംഭവിച്ചേ? ദൈവനെ തൊട്ടു. അവിടെ ഇരുന്ന് ആ മാതാവിനെ ദൈവം തൊട്ടു. ഇത് വചനത്തിന്റെ ശക്തിയാണ്. ഞാൻ പ്രസംഗിക്കുന്ന യഹോവയുടെ ശബ്ദം ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. കാദേശ് മരുഭൂമിന് നടുക്കം കൊടുത്ത ശബ്ദം, നിന്റെ എതിരാളിക്ക് നടുക്കം തരുന്ന ശബ്ദം, നിന്റെ ആരാധന മുഴങ്ങുന്ന ശബ്ദം. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് പ്രേരണ തരുന്നു. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ വലത് കൈവെക്ക്. നിങ്ങൾ കടബാധ്യതയുള്ളവരാണോ? നിങ്ങൾ കർത്താവെ കടം മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിച്ച്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, വിശ്വാസത്താൽ രോഗമുള്ള ഭാഗത്ത് കരം വെച്ചുകൊണ്ട് യേശുവിൻ്റെ കരസ്പർശനം വെളിപ്പെട്ട് സൗഖ്യമാകാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ കൈ അവരെ തൊടണം. കർത്താവെ, കടബാധ്യതകൾ മാറണം, കുരുക്കുകൾ മാറണം, പ്രതിസന്ധികൾ മാറണം, ചില യാത്രകളെ തടസ്സപ്പെടുത്തിയേക്കുന്ന അവസ്ഥകൾ മാറണം. കർത്താവെ, നിന്റെ കരം ശക്തിയോടെ വെളിപ്പെട്ടു വരുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് നിന്റെ നാമം ചൊല്ലി ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ സഹായിക്കാം, പ്രാർത്ഥിച്ച് സഹായിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൻ്റെ ഒരു ടൈത്ത്, ഒരു ദശാംശം ഈ ദിവസവും ധാരാളം ചാനലുകളിൽ കൂടെ വചനം പുറത്തു വിടുന്ന ഈ ജീസസ് വോയിസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അയച്ചു തരാം. താഴെ കാണുന്ന അഡ്രസ്സിൽ അയക്കുക, അല്ലെങ്കിൽ ഞങ്ങളെ ഫോൺ വിളിക്കുക. ഇപ്പം ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. താഴെ കാണുന്ന നമ്പർ വിളിക്കുക. യേശു ഈ പ്രാർത്ഥനയാൽ നിങ്ങളെ വിടുവിക്കും. നിങ്ങൾക്കും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ കുടുംബത്തിന് അത് വലിയ അനുഗ്രഹമായിരിക്കും. ബർത്ത്ഡേ വരുമ്പോൾ, വെഡിങ് ഡേ വരുമ്പോൾ, സ്പെഷ്യൽ ഡേ വരുമ്പോൾ നിങ്ങൾ ഒരു വചനം ജനലക്ഷങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾ സ്പോൺസർ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കും. ഞങ്ങളെ നേരിൽ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയിൽ ജീവിക്കാം, പ്രാർത്ഥനയിൽ ജീവിക്കാം. യേശു വരാറായി. ഗോഡ് ബ്ലസ് യു.